ഹലോ, ഇന്ന് സോയാബീൻ വെച്ച് എന്താ ഉണ്ടാക്കുകയെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്പി സോയാബീൻ ഉണ്ടാക്കാന്നുള്ള ഐഡിയ കിട്ടിയത്. സോ ആദ്യം തന്നെ സോയാബീൻ എടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ആ സോയാബീൻ നമ്മൾ നന്നായി വെള്ളം കളയണം അതിന്ന്. അപ്പോൾ നന്നായി പിഴിഞ്ഞ് വെള്ളം കളയുകയാണ്. കളഞ്ഞ സോയാബീൻ നമ്മൾ വേറെ മാറ്റി വെച്ചു. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സോയാബീനിൽ വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പം മാക്സിമം അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളയണം. അങ്ങനെ ഞാനത് പിഴിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് ഇതിലേക്ക് വേണ്ട സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ അതിൽ കുറച്ച് ജീരകം ഇട്ടു, എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ടു, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് മുളക് പൊടിയാണ് ഇടുന്നത്. സോ അതും ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇത് വേണച്ചാൽ ഇട്ടാൽ മതി. ചിക്കൻ മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല ഇട്ടു. സോ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി അത് തേച്ച് പിടിപ്പിക്കണം. സോയാബീനിൽ നന്നായി ആ ഒരു മസാല ഇറങ്ങണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിതിൽ കുറച്ച് റവയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ റവ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് കുറച്ച് നേരം വയ്ക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ മസാല നല്ലോണം പിടിക്കും. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായ ശേഷം ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കരുവേപ്പിലയുടെ ഫ്ലേവർ വേറെ തന്നെയാണ്. ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഈ ഒരു സോയാബീൻ നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ പുറത്ത് ക്രിസ്പിയുമാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.